ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ മൈൻക്രാഫ്റ്റ് വീഡിയോ. അതായത് മഗധ സീസൺ 2-ൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബേസിൻ്റെ പ്രോഗ്രസ് കാണിക്കാമെന്ന് വെച്ച് നിങ്ങളെ. ഓക്കെ, ആരും ഞെട്ടരുത്, നോക്കിക്കോളൂ. എവിടെ നോക്കൂ, നമ്മുടെ കൊട്ടാരം എന്താ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ കൊട്ടാരം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇതിപ്പം ആ റെഡ് സാധനം കണ്ട ക്രിംസൺ നൈലിയം, അതൊരു 90 സ്റ്റാക്ക് അടുപ്പിച്ച് വേണ്ടി വന്നു. പിന്നെ ഈ ഡീപ് സ്ലേറ്റ് അത് ഓൾമോസ്റ്റ് 100 സ്റ്റാക്ക്, സ്റ്റോണും 100 സ്റ്റാക്ക്. പിന്നെ വന്നിട്ട് ഇനിയും നമുക്ക് മൈനിങ്ങിന് പോകണം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ചെറിയൊരു എപ്പിസോഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഗ്രൈൻഡിങ്ങും ഒക്കെ ആയിരിക്കും, അധികം കാര്യമായിട്ടൊന്നും കാണത്തില്ല. അപ്പം നമ്മളിന്ന് മൊത്തം ഇതിൻ്റെ പുറകിലായിരുന്നു, ഇന്നലെയും ഇന്നും എല്ലാം ആയിട്ട്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് താപ്പോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ഗ്രൈൻഡ് ചെയ്യാനും ഒക്കെ പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പണിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പണിഞ്ഞിട്ടില്ല, കാരണം ഇനി ഉള്ളിലോട്ട് കുറേ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ബ്ലോക്ക് തീർന്നു. ക്രിംസൺ നൈലിയം വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കണ്ടോ, കുറേ ടൈം എടുത്തിട്ടാണ് കേസ് ഇത്രയും പണിഞ്ഞത്. ഇതുണ്ട, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നത്തുള്ളൂ ഈ ക്രിംസൺ നൈലിയം, പക്ഷേ ഓൾമോസ്റ്റ് അല്ല, 90 സ്റ്റാക്ക്. ഞാൻ 3 ട്രിപ്പായിട്ട് പോയിട്ട് 90 സ്റ്റാക്ക് ഒപ്പിച്ചു. ഇനി ബാക്കി 2-3 സ്റ്റാക്ക് കണ്ട് ഇരിപ്പുള്ളൂ. ഇതിനി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും ഇതിന് കുറേ പരിപാടികളുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഓരോ പില്ലറൊക്കെ സെറ്റ് ചെയ്യും. പില്ലർ എന്ന് വെച്ചാൽ ഗോപുരങ്ങൾ സെറ്റ് ചെയ്യും. ഓക്കെ, അതൊക്കെയാണ് പരിപാടി. പിന്നെ വന്നിട്ട് നമ്മൾ അടിയിലായിട്ട് 2 ചെറിയ ഫാം സെറ്റ് ചെയ്ത്, ഒന്നൊരു കൗ ക്രഷറും പിന്നെ രണ്ടാമത്തെ ഒരു വൂൾ ഫാമും തൽക്കാലത്തേക്ക്. കാരണം നമുക്കിന്ന് സൈലൻസ് സ്ട്രിം കണ്ടുപിടിക്കാൻ പോകേണ്ടതുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒരു 2 ആടിനെ പിടിച്ചിട്ട് ഒരു കാഷ്വൽ വൂൾ ഫാം അങ്ങ് സെറ്റ് ചെയ്ത്, കാരണം നമ്മളിത് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് വർക്കാവും. കണ്ടോ, ഇത്രയും വലുപ്പമുണ്ട്. എന്നിട്ട് ഇവന്മാരെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ ബ്രീഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ അവന്മാർക്ക് വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. ഓക്കെ, ഇതെടുക്കുക, ഇങ്ങ് വരുക, അങ്ങോട്ട് ഇവന്മാരെ അങ്ങോട്ട് എല്ലാവരും ബ്രീഡാകാൻ തോന്നും. ഞാൻ ബ്രീഡാക്കുക, സാധനം തിരിച്ചു വെക്കുക, പോവുക. അതൊക്കെയാണ് അപ്പോൾ നമ്മുടെ പരിപാടി, ഇവിടുത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയാണ്. സോ പിന്നെ ഇനി വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിതൊരു ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കണത്. പക്ഷേ നമ്മൾ ഇതിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് ട്യൂട്ടോറിയലിൽ ഇല്ലാത്ത കുറേ മാറ്റങ്ങൾ. ഓക്കെ, അതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് കുറേശ്ശെ ഫാംസ് ഒക്കെ ബിൽഡ് ചെയ്യണം. നമുക്ക് ഫാംസ് ഒന്നും ഇല്ല. അപ്പം സ്റ്റാർട്ടർ ഫാംസ് ആയിട്ടുള്ള ഷുഗർകെയിൻ ഫാമൊക്കെ ചുമ്മാ ഒരു ഭംഗിക്കായാലും ഉണ്ടാക്കി വെക്കണം. പിന്നെ ഏതാണ്ട് അവിടെ നമ്മൾ കുറച്ച് സ്പ്രൂസൊക്കെ നട്ടു വെച്ചിരുന്നു. അതൊക്കെ ഒന്ന് വളർന്ന് റെഡിയാകുമ്പോൾ നമുക്ക് വുഡിന് അത്ര ശോകം അടിക്കത്തില്ല. അവിടെ ഇവിടെ എല്ലാം സ്പ്രൂസ് കുറച്ച് നട്ടു, കാരണം ഇവിടെ വുഡ് കുറവാണേ. ഈ ഒരു ഐലൻഡിൻ്റെ അപ്പുറത്തെ സൈഡ്, ഐലൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടൊക്കെ ഐലൻഡ് പോലെ തോന്നും, എന്നാലും അപ്പുറത്തെ സൈഡ് കണക്റ്റഡ് ആണ് മൊത്തം. ഓക്കെ, ഈ മലയുടെ അപ്പുറത്ത് പോകണം ഇനി വുഡ് ഒപ്പിക്കണമെങ്കിൽ. സോ അതുകൊണ്ട് നമ്മൾ ഒരു സ്പ്രൂസ് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. ഇതാണ് പിന്നെ നമ്മുടെ മൈനിങ് ഏരിയയിലോട്ട് പോകുന്ന വഴി. എന്തോ ലക്കിന് തന്നെ നമുക്ക് വേണ്ടേ ഇവിടെ ഒരു സ്ട്രോങ് ഹോൾഡും കിട്ടിയായിരുന്നു. എൻ്റെ ഓപ്പൺ അല്ല, എൻ്റെ ക്ലോസ് ആണ്. അതാണ് എൻ്റെ ഓപ്പൺ ആകുന്നോട്ടെ നമുക്കിതുവഴി ചാടി അങ്ങോട്ടേക്ക് എൻ്റെ ഫൈറ്റിനൊക്കെ പോകണം. ഡ്രാഗൺ മുട്ടയാണ് ലക്ഷ്യം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയാസ്. നമ്മളിവിടെ ചുമ്മാ ചെറുതായിട്ടൊന്ന് അലങ്കരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്, എല്ലായിട്ടൊന്നും ഇല്ല, ചവറാണ് മൊത്തം. പിന്നെ ഇതുണ്ട്, കുറേ ടണൽ നമ്മൾ കുഴിച്ച്. ഡയമണ്ട് മൈനിങ്ങും നമ്മളിവിടെ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ 2 ബ്ലോക്ക് ഇട്ടിട്ട് 1 ബ്ലോക്കിൻ്റെ ഒരു പാത്തായിട്ട് അങ്ങ് പോവാണ്. പിന്നെ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഡീപ് സ്ലൈറ്റ് മൊത്തം ഇവിടെ നിന്നാണ് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഡീപ് സ്ലൈറ്റ് മൈനിങ്ങിന് വന്നതാണ്. നമുക്ക് കുറച്ചേറെ ഡീപ് സ്ലൈറ്റ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് വലിയ പ്ലാൻ എന്ന് വെച്ചാൽ ഇതൊരു മെയിൻ ബിഗ് പ്രോജക്റ്റാണ്. ഇത് കഴിഞ്ഞിട്ടൊരു വലിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. കാരണം ഒരു പൈററ്റ് ഷിപ്പ് കൂടെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പൈററ്റ് ഷിപ്പ് വരുന്നുണ്ട്, യുനാനീസ് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ
പണിക്ക് അത്യാവശ്യം നല്ല ലോഡ് വേണം, നല്ല ലോഡ് സാധനങ്ങൾ വേണം. ഇതിൻ്റെ അത്രയും വേണ്ടി വരില്ല, എന്നാലും അത്യാവശ്യം വേണം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തേ ഒക്കത്തുള്ളൂ. സോ നമ്മൾ മാക്സിമം കിട്ടുന്ന ടൈം ഇപ്പം നമ്മൾ ഗ്രൈൻഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. മാക്സിമം ഗ്രൈൻഡ് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു. ഇത് തന്നെ നമ്മുടെ മെയിൻ പരിപാടി. നമ്മൾ ചെറുതായിട്ട് എന്താ പറയുക, സ്പീഡ് റൺ ചെയ്യാൻ നോക്കിയായിരുന്നു. അവിടെ ഒരു ഡയമണ്ട് ഉണ്ട്. നമ്മൾ സിൽക്ക് എടുത്തില്ല, സിൽക്ക് ടച്ച് പിക്കാക്സ് എടുത്തില്ല. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നമുക്ക് തിരിച്ച് വന്നിട്ട് അത് മൈൻ ചെയ്യാം. ഫോർച്യൂൺ നമുക്ക് നോക്കാം. നമുക്ക് മാക്സിമം ഇപ്പം ഡീപ്പ് സ്ലേറ്റ് കളക്ട് ചെയ്യേണ്ടതുണ്ടേ. നമ്മൾ ഇൻവെൻറ്ററി നിറച്ച് ഡീപ്പ് സ്ലേറ്റിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ അത്യാവശ്യം ഡയമണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എൻഡർ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തു. അതിൽ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെന്താ, ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ പരിപാടി. സെർവറിലിപ്പം ഞാനും വോയിഡും ആണുള്ളതെന്ന് തോന്നുന്നു. അതെ, ഞാനും വോയിഡും ആണുള്ളത്. മറ്റാരെയും ഇന്നങ്ങോട്ട് അധികം കണ്ടില്ല. ഞാൻ വിചാരിച്ചു സെർവറിൻ്റെ എന്തെങ്കിലും ബഗ്ഗായിരിക്കുന്നു. പക്ഷേ എന്താ സംഭവം എന്നറിയത്തില്ല. ആരും അങ്ങോട്ട് കയറുന്നതായിട്ട് കാണുന്നുമില്ല, ഒരു പിടിയുമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ ഡീപ്പ് സ്ലേറ്റ് എല്ലാം കൂടെ മൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പീഡ് റണ്ണ് പോലെ ഞാൻ ഇത് മൊത്തം മൈൻ ചെയ്യുന്ന വേണം കാണിച്ചു തരാം. ഇത് കുറച്ചധികം നേരത്തെ പരിപാടി ഉണ്ടേ. സോ നിങ്ങൾക്ക് കാണണമെങ്കിൽ വേണ്ടി ഞാൻ ഒരു സ്പീഡ് റണ്ണെന്ന് പറയുന്നില്ല, ഒരു ടൈം ലാപ്സ് കണക്ക് അത് പൊട്ടിച്ച് പിന്നെ എല്ലാം കൂടെ പൊട്ടിച്ചേക്കാം. കുറേ ഉണ്ടല്ലോ. ഓക്കെ, അത് പൊട്ടിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നമുക്കങ്ങ് പൊട്ടിച്ചേക്കാം. 4 എണ്ണം പൊട്ടിച്ചപ്പം നമുക്ക് 8 എണ്ണം കിട്ടി. 4 എണ്ണത്തിൽ നിന്ന് 8 എണ്ണം കിട്ടി. ഓക്കെ, നോട്ട് ബാഡ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അത്യാവശ്യം ഡയമണ്ടും കിട്ടും കേട്ടോ. അത് വേറെ കാര്യം. നമ്മളിങ്ങനെ മൈൻ ചെയ്ത് പോകുന്ന രീതിക്ക് നമ്മൾ 2 ബ്ലോക്ക് ഗ്യാപ്പിൽ മൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബ്ലോക്കിൻ്റെ നഷ്ടം വരുന്നുണ്ട്. സോ ഇതാകുമ്പോൾ നമുക്ക് ബ്ലോക്കും കിട്ടും. പിന്നെ ഇന്ന പോലെ തന്നെ നമുക്ക് ഡയമണ്ടും ഓരോ വരിയിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ടൈം ലാപ്സ് ആയിട്ട് ഇട്ട് തരാം. ഓക്കെ, ടൈം ലാപ്സ് വേണ്ടാത്തവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ മൈനിങ് ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതെല്ലാം വേണ്ട, കുറച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഇതാക്കി വെക്കണം. എന്താ പറയുക, ഡീപ്പ് സ്ലൈറ്റ് ബ്രിക്ക് ആക്കണം. ഓക്കെ, ഡീപ്പ് സ്ലൈറ്റ് ബ്രിക്ക് ആക്കി വെക്കാം. പിന്നീട് ആവശ്യം വരും. എവിടെ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 20 ഡയമണ്ട് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. വേറെ ഡയമണ്ട് നമ്മൾ കണ്ടില്ല. സെർവർ റിച്ച് ആവണം. എല്ലാം നമുക്ക് ബ്രിക്ക് ആക്കണ്ട, കുറച്ചൊക്കെ ബ്രിക്ക് ആക്കിയാൽ മതി. മാത്രമല്ല എന്താണെന്ന് വെച്ചാൽ ബാക്കി വരുന്നത് നമുക്ക് എന്തിനുപയോഗിക്കാം, വേറെ എന്തെങ്കിലും ഇനി എന്നെ വലുതായിട്ട് ഇങ്ങേറ്റത്ത് കാണുന്ന ബ്ലോക്ക് ആക്കണമെങ്കിലോ മറ്റോ ഇതാക്കി കഴിഞ്ഞാൽ അതൊക്കത്തില്ലല്ലോ.
അതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം എടുത്തിട്ട് ഒരു 5-6 സ്റ്റാക്ക് വെച്ചേക്കാം. താഴത്തെ മെയിൻ റോഡിലുള്ള 6 സ്റ്റാക്ക് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതങ്ങ് ആക്കിയേക്കാം. കുറേ ഗ്രൈൻഡ് പണിയുണ്ട് ഗൈസ്. കുറേ ഗ്രൈൻഡ് പണി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെല്ലാം നമുക്ക് ടൈം ഉണ്ടായാൽ പോലും ഇല്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ എന്താ പറയുക റിസോഴ്സ് ഗ്രൈൻഡിങ്, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്ന സാധനം. നല്ല പാടാണ്. അപ്പം നമുക്ക് തൽക്കാലം ഇവിടെ വെച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇനിയുള്ളത് ഞാനാണെങ്കിൽ ഇനി വലിയ പരിപാടി ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നിർത്തിയിട്ട് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം എല്ലാം സെറ്റ് ചെയ്ത് ഇതാണ്ട ഇവിടെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇവൻ എന്തോ കൊടുക്കുന്നതെന്ന് നോക്കിയേക്കാം. വണ്ടറിങ് ട്രേഡർ ഇവിടെ ആദ്യമായിട്ടാണ് ഇവൻ. ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഉണ്ടല്ലേ, ബ്രെഡ് കൊടുത്താലും പാല് കൊടുത്താലും കിട്ടും. ബാക്കിയെല്ലാം നമ്മളവിടെ പോയാൽ എന്നാൽ പിന്നെ നീ വേണ്ട ഓടല്ലോ. തുപ്പുന്നവൻ പറയുന്നത് ഇവിടെ കാത്തിരിക്കുന്നു. തുപ്പി മിസ്സായേ തുപ്പടാ. കൊണ്ട് പൊള്ളിക്കുന്നോടാ എൻ്റെ ഇത്. മാറ്റി തുപ്പടാ. മിസ്സായേ കൊണ്ട് ഇനി ഇരിക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ, നമുക്കില്ലാത്ത ഒന്നും വേണ്ട. ഓക്കെ, ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ തന്നെ മെയിൻ പരിപാടി. പിന്നെ നമുക്കിനിപ്പോൾ ഒരു ഷിപ്പ് പണിയണമെങ്കിൽ അതിൻ്റെ പ്ലാനെല്ലാം ഇനി നോക്കി, അതും അത്യാവശ്യം ഒരു 100 ബ്ലോക്ക് ഹൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ജയൻറ്റ് ഒരു റിയൽ ലൈഫ് പൈറേറ്റ് ഷിപ്പ് കണക്ക് തന്നെ ഒരു അത്യാവശ്യം ജയൻറ്റ് സാധനമായിരിക്കും നമ്മൾ പണിയാൻ പോകുന്നത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഇവിടെ വരുന്നത് വെച്ചാൽ ഇവിടെ ഒരു മാളിക പോലെ വരും. ഈ ഒരു ഭാഗത്തായിട്ട് സെൻറ്ററിലെ ഒരു മാളിക പോലെ വരും. ഇതൊരു കവാടം പോലെ അങ്ങനത്തെ സെറ്റപ്പ്. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയിൽ എല്ലാ ഇൻറ്റീരിയർ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പെടും, കുറേ ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. എന്തായാലും എങ്ങനെയൊക്കെ ആയാലും നമ്മളത് സെറ്റ് ചെയ്തിരിക്കും. എത്ര ടൈം എടുത്തിട്ടായാലും നമ്മളത് മൊത്തം സെറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. സോ ഇതിൻ്റെ അടിയിലോട്ട് ഒന്നുമില്ലെന്ന് തോന്നുന്നു. അടിയിലോട്ട് നമുക്ക് കുറച്ച് ഫാമൊക്കെ കുത്തി നിറച്ച് റെഡിയാക്കണം. അത്യാവശ്യം മേളേക്കുമ്പോൾ ലാഗ് അടിക്കുമോ അറിഞ്ഞുകൂടാ. ഇപ്പോഴും എനിക്ക് 0 MS-ഉം 20 TPS ഉണ്ട്. അടിയിലോട്ട് ചെറിയ ഷുഗർ കെയിൻ ഫാമോ അല്ലെങ്കിൽ വല്ല മറ്റേ എന്തെങ്കിലും എന്താ പറയുക ഷുഗർ കെയിന്, പിന്നെ ബാമ്പൂ, ചെറുതായിട്ട് നൈസായിട്ട് ചെറിയ ഫാംസ് അടിയിലിങ്ങനെ തിരി പിന്നെ ചെറിയ ട്രെയിനിങ് ഹാള് എല്ലാം സെറ്റ് ചെയ്ത് നല്ലൊരു പൊളിക്കണം. ഓക്കെ, നമുക്കിനി കുറേ ഗ്രൈൻഡ് ചെയ്ത് ഗോൾഡൻ ആപ്പിളും ഗോൾഡൻ ക്യാരറ്റും എല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ എൻഡ് ഫൈറ്റ് എന്നാന്ന് അറിഞ്ഞുകൂടാ. എൻഡ് ഫൈറ്റ് കഴിഞ്ഞിട്ട് ഷോപ്പിൻ്റെ സംഭവം എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. ഓക്കെ, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ. സോ അത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.